ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ക്രിസ്മസ് കാർട്ടൂണാട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള കോഫി ഫിൽറ്റേഴ്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ സൈസിലുള്ള പേപ്പർ കപ്പ് ഉണ്ടല്ലോ, ആ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച സമയത്ത് ഇങ്ങനെ ഒരു പൗച്ച് പോലെ ആയിട്ട് അതിലിങ്ങനെ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ടായിരുന്ന പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള കോഫി ഫിൽറ്റേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടാവില്ല കപ്പ് കേക്കിനുള്ള, അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ കോഫി ഫിൽറ്റേഴ്സ് നമ്മൾ ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ മടക്കി നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഞാനൊരു 15 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ എല്ലാ കോഫി ഫിൽറ്റേഴ്സും ഇതുപോലെ മടക്കിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു നടുക്ക ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിൽ, വേറെ എവിടെയും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അത്രയും മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഗ്ലൂകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ നടുക്ക ഭാഗത്തായിട്ട് ഒട്ടിച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നടുക്ക് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. എല്ലാം സ്റ്റിക്കായിട്ടുണ്ടോ നമ്മൾ ഒന്നും കൂടെ നോക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ലാസ്റ്റുള്ള ഒരു പ്രോഡക്റ്റിന്. അപ്പോൾ നമ്മളെല്ലാം ആ ഒരു നടുക്ക് ഭാഗത്ത് സ്റ്റിക്കായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലായിട്ട് ഒന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിലായിട്ടൊന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ടൊന്നിങ്ങനെ മേലെ മേലെ വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസും കൊണ്ട് ഒട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ഗോൾഡൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ബാക്കി പേപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ കോഫി ഫിൽറ്റേഴ്സും ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ലാസ്റ്റത്തെ പേപ്പറും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ തിരിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഹണികോംബ് പേപ്പർ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഞാൻ ആ ഒരു ത്രെഡ് ഒട്ടിച്ചെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നോ ടൈപ്പ് ഒരു ബോളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണല്ലോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക, നടുക്ക് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പിന്നീട് നമ്മൾ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതുപോലെ കുഞ്ഞ് പേപ്പർ കപ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ കുഞ്ഞായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മിഠായി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു തേങ്ങേൻ്റെ ഒക്കെ മിഠായി, അപ്പോൾ അതിൻ്റെ ആ ഒരു പേപ്പർ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സ്നോ ബോളാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് മുമ്പൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ കോഫി ഫിൽറ്റേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയും കുറച്ചുകൂടെ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് പിന്നീട് വേറൊരു ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു പേപ്പർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ക്രാഫ്റ്റായിട്ട് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം.